അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 69ാമത്തെ ആയത്ത്. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. തജ്വീദ് നിയമം നോക്കാം. വമാ, ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം അല്ലേ. വമാ അല്ല, ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ ലാമിനെ. അല്ല, അല്ലംനാഹു, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടാനുള്ള അലിഫാണ് വന്നിട്ടുള്ളത്. അല്ലംനാഹു അശ്ശിഅറ, ഷീൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. അല്ലംനാഹു അശ്ശിഅറ, ഐന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഷിഅറ, ഷിഅറ, ഫുള്ള് ഷിഅറ എന്ന് ഓതരുത്, ഷിഅറ, ഷിഅറ. ഓക്കെ, ഷിഅറ, റാ എന്ന് പറയരുത് കേട്ടോ, ഷിഅറ, റോ ആണ്, ഷിഅറ. വമാ യൻബഗി ലഹ്, വമാ, ഇവിടെ രണ്ട് അനക്കം നീട്ടി കൊടുക്കണം. വമാ, ഇവിടെ യൻബഗി, ഇവിടെ നോക്കൂ വന്നിട്ടുള്ള നിയമം. നൂനിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് മീമ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളവിടെ യൻബഗി എന്ന് ഓതില്ല, അവിടെ എന്താക്കി, നൂനിനെ മീമാക്കി മാറ്റിമറിച്ചു. അപ്പം എങ്ങനെ ഓതും? യൻബഗി. ഇവിടെ മാറ്റിമറിക്കുക മാത്രമല്ല മണിക്കുകയും കൂടെ വേണം. ഈ നൂനിന് ശേഷം വരുന്ന ലെറ്റർ ബ ആയിരിക്കും. ഈ മീമിനും ഈ ഇഖ്ലാബ് എന്നാണ് ഈ ഒരു നിയമത്തിന് പറയുക കേട്ടോ. ഇതിന് ശേഷം വരുന്ന ലെറ്റർ മാറ്റിമറിക്കുമ്പം അതിന് ശേഷം വരുന്ന ലെറ്റർ ബ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് മാറ്റിമറിച്ച് മണിച്ചോദനം. ഓക്കെ, അപ്പം എങ്ങനെ ഓതും നമ്മൾ? യൻബഗി. ഓക്കെ, യൻബഗി, ഓയിനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരം. ഓക്കെ, അവിടെ ഐനിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. യൻബഗി, യൻബഗി ലഹ്. നമ്മൾ നിർത്തുകയാണുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ലഹ് എന്ന് പറഞ്ഞിട്ട് ഹഇന്, ഇവിടെ ഒരു ഹ കണ്ടോ നിങ്ങൾ, ഹഇന് സുക്കൂന് കൊടുത്ത് നിർത്തുക. ലഹ് എന്ന് പറഞ്ഞ് സുക്കൂന് കൊടുത്ത് നിർത്തുക. അല്ലാതെ നമ്മൾ കൂട്ടി ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ ലഹു, ലഹു ഇൻ ഹുവ ഇല്ല, ഇങ്ങനെ ലഹു എന്നുള്ളിടത്ത് ഈ ഒരു ചിഹ്നം നമുക്ക് കാണാൻ കഴിയൂല. ഇവിടെ നമ്മൾ ഒരു 5 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. നീട്ടി ഓതൽ നിർബന്ധമാണ്. ഓക്കെ, നിർത്തുകയാണെങ്കിൽ നമുക്കവിടെ സുക്കൂന് കൊടുത്ത് ലഹ് എന്ന് പറഞ്ഞ് സുക്കൂന് കൊടുത്ത് നിർത്താം. ഇല്ലെങ്കിൽ കൂട്ടി ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ ലഹു എന്ന് 5 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇൻ ഹുവ, നൂൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഇൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. ഇൻ ഹുവ ഇല്ല, ഇവിടെ ലാമിൻ്റെ കൂടെ മദ്ദും വന്നിട്ടുണ്ട്, ശബ്ദയും വന്നിട്ടുണ്ട്. ഒന്ന് കനപ്പിക്കുകയും വേണം, രണ്ടനക്ക നീട്ടുകയും വേണം. ഓക്കെ, ഇല്ല ദിക്, ദിക്, കാഫിന് സുക്കൂനുണ്ട് അല്ലേ. അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ദിക്റും വ, ദിക്റും വ. നോക്കൂ, തൻവീനിന് ശേഷം വാവ് വന്നാൽ നമ്മൾ പഠിച്ചതാണ്, മണിച്ച് കൂട്ടിച്ചേർക്കണം അല്ലേ. ദിക്റും വ, വഖുർആനും മുബീൻ. വഖുർആൻ, ഓഫാണ് കേട്ടോ, ഓഫ് ശ്രദ്ധിക്കണേ. വഖുർആനും മുബീൻ, തൻവീനിന് ശേഷം മീമ് വന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. വഖുർആനും മുബീൻ. ഇവിടെ നോക്കൂ, മദ് ആരിലാണ് അല്ലേ. അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പം സുക്കൂനാണ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അളവ്? 2 അനക്കം മുതൽ 6 അനക്കം വരെ നീട്ടി ഓതി നിർത്തുക. ഓക്കെ, വഖഫ് ചെയ്യുക. 70ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ.
തെജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ലിയുൻദിറ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നൂനിനെ മറച്ച് മണിച്ചോതും. യൂന്തി എന്നിങ്ങനെ നൂനെ വെളിവാക്കാതെ മറച്ച് പിടിച്ച് മണിച്ചോതും. ഓക്കെ, ലിയുൻദിറ, റോ ആണ് അവിടെ, റ എന്ന് ഓതരുത് കേട്ടോ, റോ. ഇവിടെയും ഇതേ നിയമം തന്നെ, നൂൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൻ എന്ന് വ്യക്തമാക്കി ഓതരുത്, മ എന്നിങ്ങനെ ഓതണം കേട്ടോ. കാന, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അലിഫ് മദ് വന്നിട്ടുണ്ട്. കാന, കാഫിന് ഒരു ചെരിവ് വേണം കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ട് കാഫിന് ചെറിയൊരു ചെരിവ് വേണം. ഓക്കെ, കാന ഹയ്യൻ വയഹിഖ, ഹയ്യ, യാന് ശ്രദ്ധയുണ്ട്. എന്ത് ചെയ്യാം? ഒന്ന് കനപ്പിച്ചു കൊടുക്കുക, ശ്രദ്ധയുടെ കനപ്പിക്കൽ. ഹയ്യൻ വ, ഇവിടെ നോക്കൂ, തെൻവീനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം വാവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചതാണ് അല്ലേ? തെൻവീന് ശേഷം വരുന്ന വാവിന് ഇത് കണ്ട ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഹയ്യൻ വയഹിഖ, വയഹിഖ, ഖാഫാണ്. ഖാഫിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കട്ടി കൂട്ടി കൊടുക്കുക, കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. യഹിഖൽ ഖൗലു, ഖൗലു, അവിടെ ഇവിടെ ഈ ഖാഫുകൾ ശ്രദ്ധിക്കണേ. യഹിക്ക എന്നായി പോരുത്, കാഫല്ല, ഖ, ഖ. ഓക്കെ, ഖൗലു അലൽ, അലൽ, അതിന് തൊണ്ടേൻ്റെ നടുക്കുന്ന് വരുന്ന ലെറ്ററാണ്, ശ്രദ്ധിക്കണം. ഇവിടെ അല എന്നായി പോവാൻ സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അല, അലൽ, ഇവിടെ അല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു യാ മദ് വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ അവിടെ നമ്മൾ നീട്ടൊന്നും ചെയ്യൂല, കാരണം ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചതാണ്, എല്ലാ സ്ഥലത്തും നമ്മൾ പറഞ്ഞതുമാണ്. ഹംസത്തുൽ വസലിന് മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ അവിടെ നീട്ടില്ല, പകരം എന്തു ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതും. അപ്പം എങ്ങനെ ഓതും? അലൽ, കൂട്ടിച്ചേർത്ത് ഓതും. അലൽ കാഫിരീൻ. ഓക്കെ, കാഫിരീൻ, കാഫിന് ആ ചെരിവ് വേണം കേട്ടോ. കാഫിരീൻ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. 71-ാമത്തെ ആയത്ത്, അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ, അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. അവലം, അവലം, വാവിനെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ചുണ്ടു കൂർപ്പിച്ച് പറയണം കേട്ടോ. അവലം, മീമിനെ ഇവിടെ വ്യക്തമാക്കി ഓതുക. അവലം യറൗ, യറൗ, യറൗ അന്ന, ഇവിടെ ഇയാൾക്ക് ശബ്ദമൊന്നുമില്ല അല്ലേ? അന്ന, നൂനിൻ്റെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്? ശ്രദ്ധയും വന്നിട്ടുണ്ട്, നൂനിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മണിക്കുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. അന്ന ഖലഖന, ഖലഖ്, ഖാഫിന് സുക്കൂന് വന്നാൽ കൽക്കലയുടെ ലെറ്ററാണ് ഖാഫ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം. ഖലഖ്. ഓക്കെ, അതുപോലെ ഖ, തൊണ്ടയുടെ അക്ഷരമാണ് ഖ, അതും ശ്രദ്ധിക്കണം. ഖലഖന, ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ, അലിഫ് മദ് വന്നിട്ടുണ്ട്. ഖലഖന ലഹും മിമ്മാ, മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ലഹും മിമ്മാ, ലഹും മിമ്മാ, ഇവിടെ നോക്കൂ, മറ്റൊരു മീമ് അല്ലേ? ആ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് സ്ഥലത്തും നന്നായിട്ട് മണിക്കുകയും വേണം, എന്ത് ചെയ്യണം? ഇവിടെ രണ്ടനക്കം നീട്ടുകയും കൂടെ വേണം. മിമ്മ, ഓക്കെ, മണിക്കുകയും ചെയ്യണം, നീട്ടുകയും കൂടെ വേണം കേട്ടോ. മിമ്മ അമിലത്, അമിലത്,
അമിലത്ത്. തന് സുക്കൂന് വന്നാൽ നമ്മൾ പറഞ്ഞു ത് എന്നല്ല ത്. ത് കാറ്റ് പോകുന്ന പുറത്തേക്ക് കാറ്റ് പോകുന്ന രൂപത്തിൽ ത് എന്ന് പറയണം കേട്ടോ. അമിലത്ത്. ഐദീന. ഐദി. ഐ ഇനി ഹാഫ് സുക്കൂന് മതി കേട്ടോ. ഐ. ഓക്കെ, ഹാഫ് സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിന് സുക്കൂന് വരുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഐദി. ഇവിടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഐദീന. ഇവിടെ നോക്കൂ, ഒരു പദത്തിൽ മദ്ദക്ഷരം വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ വന്നിരിക്കുന്ന നിയമം ഏതാണ്? മദ് മുൻഫസിൽ അല്ലേ? മദ് മുൻഫസിലിൻ്റെ അളവ് എത്രയാണ്? 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഐദീന അൻആമ. അൻആമ. ഇവിടെ കുഞ്ഞലിഫ് ഉണ്ട് അല്ലേ? ബേബി അലിഫ് ഉണ്ട് അല്ലേ? ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക. സാധാരണ മദ്ദാണ് അത് കേട്ടോ. 2 അനക്കം നീട്ടേണ്ട സാധാരണ മദ്. അൻആമ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ഫത്ഹ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ അൻആമൻ എന്ന് ഓതാൻ പാടില്ല. അൻആമ. നാവ് മുകളിൽ തട്ടാതെ എന്നിങ്ങനെ മറച്ച് മണിച്ചോതി കൊടുക്കണം കേട്ടോ. അൻആമ ഫഹും ലഹ. ഫഹും. ഇവിടെ ഫഹും എന്നൊക്കെ പറയുമ്പോൾ മീമിനെ സുക്കൂന് കാണുമ്പോൾ വ്യക്തമായിട്ട് അവിടെ ഹും എന്ന് ഉച്ചരിക്കണം കേട്ടോ. ഫഹും ലഹ മാലികൂൻ. ലഹ 2 അനക്കം ഇവിടെ നീട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെയും അതേപോലെ തന്നെ സാധാരണ മദ്ദാണ്. മാലികൂൻ. ഓക്കെ, മദ് ആരിദ് നന്നായി നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. 72ാമത്തെ ആയത്ത്. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ. وَذَلَّلْنَاهَا. വദല്ല. ദാല് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ദാല് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്ത് തട്ടണം. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ലെറ്ററാണ് ദാല്. ദാല് പറയേണ്ട സ്ഥലത്ത് പല ആളുകളും സ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് നമ്മളെ നാവ് മുകളിലുള്ള പല്ലിൽ തട്ടിച്ചാൽ മാത്രമേ ദ എന്നുള്ള ശബ്ദം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. വദല്ല. ലാൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. വദല്ലൽനാഹ. ഇവിടെയൊക്കെ മദ് തൊബഈ എന്നറിയപ്പെടുന്ന 2 അനക്കം മാത്രം നീട്ടാനുള്ള സാധാരണ മദ്ദാണ് കേട്ടോ. ലഹും ഫമിൻഹ. ഫമിൻഹ. ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. നൂന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് മതി. ഓക്കെ. ഫമിൻഹ റകൂബുഹും. റകൂ. കാഫിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. റകൂബുഹും. വമിൻഹ. വമിൻഹ 2 അനക്കം നീട്ടി കൊടുക്കുക. സുക്കൂന് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഓക്കെ. വമിൻഹ യഅ്കുലൂൻ. യഅ്കുലൂൻ. ഇവിടെ ഹംസക്ക് സുക്കൂൻ ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ അ ഇ ഉ എന്ന് പറയുന്നത് പോലെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. യഅ്കുലൂൻ എന്ന് ഓതരുത് കേട്ടോ, അപ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോയി. യഅ്കുലൂൻ ഹാഫ് സുക്കൂൻ. യഅ്കുലൂൻ. ഓക്കെ. മദ് ആരിദ് നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. നമുക്ക് 73ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വലഹും. വാവിനെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് അല്ലേ? ചുണ്ട് കൂർപ്പിച്ച് വേണം പറയാൻ.
കൂർപ്പിച്ച് വിടർത്തുക. വലഹും മീമിന് സുക്കൂനുണ്ട്, മീമിനെ വ്യക്തമായിട്ട് ഹും എന്ന് ഓതി കൊടുക്കുക കേട്ടോ. വലഹും ഫീഹ കഴിഞ്ഞിട്ട് യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ ഹാന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഇത് സാധാരണ മദ്ദാണ്, രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ്. ഫീഹ മനാഫിഉ നോക്കൂ, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. മനാഫിഉ ഐന് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടേൻ്റെ നടുക്കുന്ന് വരുന്ന അക്ഷരമാണ്, നമ്മൾ പഠിച്ചതാണ്, ഒരുപാട് ആയത്തുകളിൽ പറഞ്ഞതുമാണ്. ഓക്കെ, മനാഫിഉ വമശാരിബു. ഇവിടെ നോക്കൂ, വമശാരിബു ഷീനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. വമശാരിബു ഇവിടെ ജീമു വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കവിടെ നിർത്തുകയാണെങ്കിൽ ഒമശാരിബ് എന്ന് പറഞ്ഞ് ഹാഫ് സുക്കൂന് കൊടുത്ത് നിർത്തരുത് കേട്ടോ, ഫുള്ള് സുക്കൂന് കൊടുക്കണം. കാരണം ബ കൽക്കലയുടെ ലെറ്ററാണ്. അപ്പോൾ ബന് സുക്കൂന് വരുമ്പോൾ ബ് എന്ന് ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ എങ്ങനെ ഓതുക, നിർത്തുകയാണെങ്കിൽ എങ്ങനെ ഓതും? ഒമശാരിബ് ഫുള്ള് സുക്കൂന് കൊടുത്ത് നിർത്തുക കേട്ടോ. കൂട്ടി ചേർത്ത് ഓതുകയാണെങ്കിൽ ഇങ്ങനെ ഓതി പോവാം. പക്ഷെ നിർത്തുകയാണെങ്കിൽ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാഫ് സുക്കൂന് കൊടുക്കരുത് കേട്ടോ. വമശരിബ് എന്ന് ഓതണേ. അഫല ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് ഉണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അഫല യഷ്കുറൂൻ ഷീന് സുക്കൂനുണ്ട്, ഷീന് കൽക്കലയുടെ ലെറ്റർ അല്ല, അതുകൊണ്ട് തന്നെ ഹാഫ് സുക്കൂനാണ് കൊടുക്കുക. യഷ്കുറൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.